വേണ്ടേ 25 ലക്ഷം രൂപയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇന്ന് ഇവിടുന്ന് വിറ്റ ടിക്കറ്റാണ്. അപ്പൊ ഈ ടിക്കറ്റ് ആർക്കാ അടിച്ചതെന്ന് കാണണ്ടേ? AL 86 87 65 കായംകുളം ടിക്കറ്റ് ആണ് അല്ലേ? 4 ടിക്കറ്റ് മാറ്റി വെക്കാൻ പറഞ്ഞു. ടിക്കറ്റ് എന്റെ കൈവശം തൊട്ടടുത്തായതുകൊണ്ട് തന്നെ അളിയെ മാറ്റി വെക്കും. 4 ടിക്കറ്റ് കൈവശം വെച്ച് 3:15 ആകുമ്പോഴാണ് ഞാൻ നോക്കുമ്പോ എന്റെ കൈ ടിക്കറ്റ് ഇരിക്കുമ്പോ നോക്കിയപ്പോ പ്രൈസ് അടിച്ചു എന്ന് അറിയുന്നേ. അപ്പൊ തന്നെ അവനെ വിളിച്ചു പറയായിരുന്നു. അത് നമ്മളിലുള്ളൊരു വിശ്വാസമാണ്. വിശ്വാസം ടിക്കറ്റ് വേണ്ടേ 25 ലക്ഷം രൂപയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇന്ന് ഇവിടുന്ന് വിറ്റ ടിക്കറ്റാണ്. പ്രൈസാണ്, 2ാം സമ്മാനമാണ് 25 ലക്ഷം രൂപ. സുനീഷ് വിറ്റ ടിക്കറ്റാണ് കേട്ടോ. സുനീഷ് കുറേ കാലമായിട്ട് നമ്മുടെ തൃക്കുന്നപ്പുഴ ജംഗ്ഷനിൽ ലോട്ടറി ടിക്കറ്റുകൾ വിൽക്കുന്നതാണ്. തൃക്കുന്നപ്പുഴ ദേവസ്വം ജീവനക്കാരനായിരുന്നു. ഇപ്പം എത്ര നാളായി? ഇപ്പം 1 വർഷമാകുന്നു അവിടുത്തെ ജോലി ഇറങ്ങിയിട്ട് റിസൈൻ ചെയ്തിട്ട് നാട്ടിൽ ഇങ്ങനെ ഒരു ചെറിയ സംരംഭം തുടങ്ങി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ പിന്തുണ കൊടുത്തൊരു സംരംഭമാണ്. അപ്പോൾ എന്തായാലും സന്തോഷം. ഇന്നിവിടെ വിറ്റ ടിക്കറ്റ് 25 ലക്ഷം രൂപയാണ് സമ്മാനം. ടിക്കറ്റ് നമ്പർ KL 86 87 65. അപ്പോൾ ഈ ടിക്കറ്റ് ആർക്കാ അടിച്ചതെന്ന് കാണണ്ടേ? ഞാനിപ്പോൾ കാണിച്ചു തരാം. എൻ്റെ കൂടെയുള്ള ഇദ്ദേഹത്തിനാണ് ടിക്കറ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നത്. ഇദ്ദേഹം ഇവിടെ തൊട്ടടുത്ത് ദുർഗാ ഹോട്ടലിൽ ജീവനക്കാരനാണ് അല്ലേ? സുനീഷിൻ്റെ ടിക്കറ്റ് എടുക്കുമായിരുന്നോ? നേരത്തെ തൊട്ട് എടുക്കും. എത്ര ടിക്കറ്റ് എടുത്തായിരുന്നു ഇന്നലെ? ഇന്നലെ 4 ടിക്കറ്റ് എടുത്തു. അതിനകത്ത് 1 ടിക്കറ്റിനാണ് സമ്മാനം അടിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ വീഡിയോ ചെയ്തപ്പോൾ ഇവിടെ എല്ലാ ആൾക്കാരൊക്കെ കൂടിയിരിക്കുകയാണ്. എവിടുന്നാണ് ടിക്കറ്റ് എടുക്കുന്നത്? ടിക്കറ്റ് കായംകുളം ടിക്കറ്റാണ്. കായംകുളത്തെ ടിക്കറ്റാണ്. അപ്പോൾ എങ്ങനെയാ ഈ തൊട്ടടുത്ത കടയിലുള്ള ഇദ്ദേഹം വന്ന് പറയാറുണ്ടായിരുന്നോ? ഡെയിലി ടിക്കറ്റ് എടുക്കുന്നതാണ് അവൻ. 4 ടിക്കറ്റ് എടുക്കുന്നതാ. ഇന്നലെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞ് 4 ടിക്കറ്റ് മാറ്റി വെക്കാൻ പറഞ്ഞു. ടിക്കറ്റ് എന്റെ കൈവശം തൊട്ടടുത്തായതുകൊണ്ട് തന്നെ അളിയെ മാറ്റി വെക്കും. 4 ടിക്കറ്റ് കൈവശം വെച്ച് 3:15 ആകുമ്പോഴാണ് ഞാൻ നോക്കുമ്പോ എന്റെ കൈ ടിക്കറ്റ് ഇരിക്കുമ്പോ നോക്കിയപ്പോ പ്രൈസ് അടിച്ചു എന്ന് അറിയുന്നേ. അപ്പൊ തന്നെ അവനെ വിളിച്ചു പറയായിരുന്നു. അത് നമ്മളിലുള്ളൊരു വിശ്വാസമാണ്. വിശ്വാസം ടിക്കറ്റ്. സുനീഷ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 25 ലക്ഷം രൂപ. KL 86 87 65. ഇടയ്ക്കിടയ്ക്ക് നല്ല പ്രൈസുകൾ സുനീഷിന് വരുന്നുണ്ട്. തുടങ്ങിയ സമയം മുതൽ എനിക്ക് നല്ല പ്രൈസ് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും പറയും ഗുരുദേവന്റെ ഫ്രണ്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ഐശ്വര്യമാണെന്ന് പറയും. ഇവിടെ ഒരു ഗുരുദേവ മന്ദിരമുണ്ട്, ശ്രീനാരായണ ഗുരുമന്ദിരം. അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് സുനീഷിന്റെ ഈ ഒരു ലോട്ടറി തട്ടുള്ളത്. ഒരു കൊടയൊക്കെ ഞാൻ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം തന്നെ എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, അളിയൻ ഞാൻ ഒരു സംരംഭം തുടങ്ങും, അളിയൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പം സുനീഷിനോട് ഞാൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യും, അളിയൻ അടിപൊളിയായിട്ട് കച്ചവടം ചെയ്യും, ഒരു കൊട ഞാൻ സ്പോൺസർ ചെയ്തേക്കാന്ന് പറഞ്ഞു. കൊട ഇപ്പോഴും ഉണ്ടോ? തീർച്ചയായും. ആ സന്തോഷം എന്തായാലും. അപ്പോൾ എന്തായാലും ഇന്ന് 25 ലക്ഷം രൂപ പ്രൈസ് അടിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് 5000-ന്റെയും 2000-ന്റെയും 15,000-ന്റെ ഒക്കെ പ്രൈസ് ഉണ്ടാകാറുണ്ടല്ലേ? നല്ല രീതിയിൽ വീടുന്നുണ്ട് പ്രൈസ്. നല്ല രീതിയിൽ വീടാറുണ്ട്. ഇനിയിപ്പോൾ 2-3 ദിവസം അങ്ങോട്ട് കണ്ടിന്യൂസ് കച്ചവടമായിരിക്കും. കാരണം സുനീഷിന്റെ തട്ടിൽ ടിക്കറ്റ് അടിച്ച കാര്യം ഇവിടെ എല്ലാവരും അറിഞ്ഞു. തൊട്ടടുത്തത് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് മാറിയത് അപ്പുറത്താണ് ആ ഒരു ഹോട്ടല്. അവിടുത്തെ ജീവനക്കാരനാണ് ടിക്കറ്റ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ സമ്മാനം എന്ന് പറയുന്നത് 25 ലക്ഷം രൂപ. അപ്പോൾ സുനീഷിന്റെ ഈ ഒരു കച്ചവടമുള്ള സ്ഥലം ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. ഇത് തൃക്കുന്നപ്പുഴയാണ്, ആലപ്പുഴ ജില്ലയിൽ തൃക്കുന്നപ്പുഴ ഗുരുമന്ദിരത്തിന്റെ ഫ്രണ്ടിൽ സുനീഷ് രാവിലെ 10 മണിക്ക് വരും. 10 മണിയല്ലേ? രാവിലത്തെ കച്ചവടം ഇല്ല എനിക്ക് സത്യം പറയാം. രാവിലത്തെ കച്ചവടം ഇല്ല. വൈകുന്നേരം 4 തൊട്ട് 8 മണി വരെയാണ്. ചില ദിവസങ്ങളിൽ രാവിലെ ഇരിക്കത്തുള്ളൂ. ടിക്കറ്റ് മിച്ചം വരാണ്. ടിക്കറ്റ് വൈകുന്നേരം തന്നെ ഓൾറെഡി എനിക്ക് തീരുന്നുണ്ട്. ഫുള്ള് വൈകുന്നേരത്തിനുള്ളിൽ തീരും. അത്ര ഡിമാൻഡാണ് ടിക്കറ്റിന്. കാരണം ചെറുപ്പക്കാരനാണ്. അപ്പോൾ നാട്ടിലുള്ള മിക്കവാറും ആൾക്കാർ സുനീഷിന് ടിക്കറ്റ് എടുക്കാറുണ്ട്. അപ്പോൾ ഇതൊരു ഭാഗ്യമാണ്. നിങ്ങൾക്ക് സുനീഷിന് ടിക്കറ്റ് എടുക്കാം. ഞാൻ സ്ഥലം പറഞ്ഞു. വൈകുന്നേരങ്ങളിൽ സുനീഷ് ഇവിടെ ആക്റ്റീവായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഗുരുമന്ദിരം നോക്കിയാൽ മതി. ഗുരുമന്ദിരത്തിൻ്റെ ഫ്രണ്ടിൽ ഇതേ ചെറിയൊരു സെറ്റപ്പിലുള്ള പരിപാടിയാണ്. ചെറിയ സെറ്റപ്പ് ആണെങ്കിലും ഇന്ന് 25 ലക്ഷം രൂപയാണ് നമ്മൾ സമ്മാനം കൊടുത്തത് അല്ലേ? എന്തായാലും സന്തോഷം, ഒരുപാട് സന്തോഷം.